ശ്രീകുമാർ, ഈ സംഗമം, ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയുടെ ദീർഘമായ പ്രസംഗത്തിൽ ഇതിനെതിരെ ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ചവരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുകൂടാതെ എത്ര കോടിയുടെ പദ്ധതിയാണ്, എത്ര കോടിയുടെ പരിപാടികൾ ഇതിനകം വിജയിച്ച് ഒരു ഘട്ടം വരെ എത്തി നിൽക്കുന്നു, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനിരിക്കുന്നു. അത് കേവലം ഈ വർഷത്തെ പദ്ധതിയല്ല, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതിയുടെ ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ശബരിമല എന്ന് പറയുന്നത് എല്ലാവരും ആഗോള തലത്തിൽ തന്നെ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കാണത് ആഗോള അയ്യപ്പ സംഘമായി മാറുന്നത്. വലിയ വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് പ്രതിപക്ഷം അത് പരാജയപ്പെട്ട സംഘം എന്ന് പറയുന്നു? നോക്കൂ ശ്രീമതി സ്മൃതി, പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അവരുടെ അഭിപ്രായമായിട്ടാണ് കണക്കാക്കിക്കോളൂ. പക്ഷേ ഇന്ന് രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടന്ന സമ്മേളനത്തിൻ്റെ പരിണിത ഫലം എന്താണെന്നും എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ഈ രീതിയിൽ പരാജയപ്പെട്ടതെന്നുമൊക്കെ CPM അടുത്ത് തന്നെ യോഗം ചേർന്ന് തീരുമാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇന്ന് തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പമ്പയിൽ വെച്ച് പറഞ്ഞത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അടഞ്ഞ അധ്യായമെന്നാണ്. ഒരാഴ്ച മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇതൊരടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു അടഞ്ഞ അധ്യായമാണെന്ന്? ഇത് കഴിഞ്ഞ അധ്യായമാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തിരുത്തി. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും മുൻ ദേവസ്വം മന്ത്രി പറഞ്ഞതും അവിടെ 2 അഭിപ്രായം. മറ്റൊന്ന്, ഇന്ന് ശബരിമലയിൽ വികസനത്തിന് വേണ്ടിയാണ് ഈ സംഗമം നടത്തിയത്. 4000-ലധികം പേര് രജിസ്റ്റർ ചെയ്തു. 625 പേരെന്ന് കൃത്യമായിട്ട് എല്ലാ ചാനലുകളും പറഞ്ഞു പങ്കെടുത്തു. 3500 പേരെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 3000 പേർക്ക് വേണ്ടി ഒരുക്കിയ എല്ലാം പാഴായി. വലിയ ഭീമമായ നഷ്ടം സംഭവിച്ചു ഗവൺമെൻറ്റിന്. അങ്ങനെയാണെങ്കിൽ 5000 പേർക്ക് സദ്യ ഒരുക്കിയെന്നാണ് രാവിലെ അവിടെ പ്രസ്താവിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ്. ഇവിടെ CPMന് 3 കാര്യങ്ങളിൽ പരാജയമുണ്ട്. ഒന്ന്, അവർ പ്രത്യയശാസ്ത്രം അവർ AKG സെൻറ്ററിൽ വെച്ചിട്ടാണ് പമ്പയിലേക്ക് വന്നത്. 2, ഇന്ന് പമ്പയിൽ നടന്ന വേദി നിങ്ങൾ നോക്കൂ. അയ്യപ്പ സ്തോത്രം എന്ന് വെച്ചാൽ ഉടുക്കുപാട്ട്, അതിനുശേഷം പ്രാർത്ഥനാഗീതം. ഒരു പ്രാർത്ഥനാഗീതം ഒരിക്കൽ ചൊല്ലിയപ്പോഴാണ് നമുക്ക് പ്രാർത്ഥനാഗീതം കേരളത്തിൻ്റെ ഒരു പൊതു സ്വാഗതഗാനമാക്കി മാറ്റണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിലുണ്ടായിരുന്നത്. അവിടെ ഒരു തന്ത്രി വന്നു. വർഷങ്ങൾക്ക് മുമ്പ് 19 വർഷമായിട്ട് ആ തന്ത്രി ശബരിമലയിൽ വന്നിട്ടില്ല എന്നാണ് ചാനൽ ലേഖകർ പറഞ്ഞത്. ആ തന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അധിക്ഷേപം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് ആ തന്ത്രി അവിടെ വന്ന് വിളക്ക് കൊളുത്തി. അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം കണ്ടു. അവിടെ CPMൻ്റെ മന്ത്രിമാർ നെറ്റിയിൽ ചന്ദനം തൊട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ദേവസ്വം പ്രസിഡൻറ്റ് പഴയ കോൺഗ്രസ്സുകാരനായ പ്രശാന്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചപ്പോൾ നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിന് പകരം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സ്വാമിയെ ശരണയ്യപ്പ വിളിച്ചു. ഇതൊക്കെ ഒരു പരിഹാസമോ തമാശയോ എന്താണ് നമ്മൾ ആ വേദിയിൽ കണ്ടത്? അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഭഗവത്ഗീത, രാമായണവുമായി ബന്ധപ്പെട്ട ഒരു വേദി, ശബരിയുമായി ബന്ധപ്പെട്ട ഒരു വേദി, തത്വമസി വേറൊരു വേദി, എല്ലാം ഹൈന്ദവ നാമങ്ങളിൽ അധിഷ്ഠിതം. അതിനുശേഷം അദ്ദേഹം പ്രസംഗിച്ച ഗീതയുടെ അതെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വക എല്ലാ ഭക്തിരസപ്രധാനമായ സംഭവങ്ങളും വിളക്കുകൊളുത്തലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമാനത്താവളം കൊണ്ടുവരും. ഈ വിഷയം, അതായത് ഏകപക്ഷീയമായി ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും നടപ്പാക്കേണ്ടതല്ല, അത് ഭക്തജനങ്ങൾ കൂടി ചേർന്ന് പരിഹരിക്കേണ്ടതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ വേദിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഭക്തരുടെ ആവശ്യപ്രകാരം ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. എന്നിട്ട് ഇതിൽ 18 പേരെ തെരഞ്ഞെടുത്തു എന്നാണ് ഇന്ന് അവസാനം കിട്ടിയ വാർത്തയാണ് കേട്ടോ. ഔദ്യോഗികമായിട്ട് എനിക്ക് അറിയില്ല. 18 ശ്രീകുമാർ, ഞാനും ആ പ്രസംഗം മുഴുവൻ കേട്ടതാണ്. ഭക്തരിൽ നിന്ന് അഭിപ്രായം തേടുന്നു, അതായത് ഞങ്ങൾ ഏകപക്ഷീയമായ വികസന പരിപാടികൾ നടപ്പാക്കുകയല്ല, നിങ്ങളിൽ നിന്നുകൂടി അഭിപ്രായം തേടിയ ശേഷം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ദേവസ്വം ബോർഡുകൾ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു വിഷയമാണ്. ഇവിടെ ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ കട്ടെടുക്കുന്നു എന്ന് പറയുന്നതിനെയാണ് വിമർശിച്ചുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തുന്നത്.
അതിൽ കാലാകാലങ്ങളിലുള്ള UDF സർക്കാരുകൾക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അല്ല നോക്കൂ, നിങ്ങളെ എങ്ങനെ പറഞ്ഞാലും ശരി, അതൊക്കെ ഞാൻ അംഗീകരിച്ചു തരാം. പക്ഷേ അയ്യപ്പ സംഗമം എന്നുള്ള ആ ഒരു ഉദ്യമം അവർ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞത് ശബരിമല വികസനമാണ്. സ്മൃതി, മറക്കരുത്. ശബരിമലയിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് കാലത്തിനനുസരിച്ച് മാറണം. തീർത്ഥാടക പ്രവാഹം ഈ വർഷം ഉണ്ടായതല്ല, മനസ്സിലാക്കണം. എത്രയോ വർഷങ്ങളായിട്ട് തീർത്ഥാടക പ്രവാഹമാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ അല്ലേ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉദയം മുതൽ അസ്തമനം വരെ നടന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഇന്നലെ വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിവെക്കുക, കാരണം ഇന്ന് ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഭക്തരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ശരി, 18 പേരെ അത് സംബന്ധിച്ച തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവർ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ശരി, അവിടെ 2-3 സെഷനുകൾ നടന്നു. എത്ര മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞില്ല, എന്തായാലും 5 മണിക്ക് അവസാനിച്ചുള്ള സംഗതി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന ആ വേദിയിലത്തെ കാര്യങ്ങൾ, വേദിയിൽ വരുമ്പോൾ നമ്മുടെ തമിഴ്നാട് മന്ത്രി അതിൽ പിണങ്ങിയത് കേട്ടു. എനിക്കറിയില്ല പിണങ്ങിയത് എന്തിനാണെന്ന്, അതൊക്കെ ചാനലുകൾ പറഞ്ഞാണ്, അതൊക്കെ വിട്ടുകളയാണ്. ഒരു അയ്യപ്പ വിഗ്രഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത് അദ്ദേഹം അത് ഭക്തിപരമായി സ്വീകരിച്ചു. ഇനിയും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയനെ അയ്യപ്പ ഭക്തനാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന CPM അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഇത് നമുക്കറിയണം. ഒന്ന്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം ഞാനൊരു ഭക്തനാണെന്ന്, അല്ലെ ഒരു ഭക്തനല്ലെന്ന് പറയാം. വെള്ളാപ്പള്ളി പറഞ്ഞു മുഖ്യമന്ത്രി ഭക്തനാണ്, അദ്ദേഹം തൃപ്തിയോടെ അയ്യപ്പൻ്റെ വിഗ്രഹം സ്വീകരിച്ചു മടങ്ങി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുവന്നതിന് സ്മൃതി പറഞ്ഞു, ആയിക്കോട്ടെ, NSSൻ്റെ വൈസ് പ്രസിഡന്റ് അപ്പുറത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ കാറിൽ കയറ്റി എന്തായാലും കൊണ്ടുവന്നില്ല, വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നത്. ശിവഗിരി തീർത്ഥാടന കാലത്ത് മുഖ്യമന്ത്രി AK ആന്റണിയുടെ മറ്റേ വിശദീകരണത്തിന് ശേഷമുള്ള പ്രഹരത്തിൻ്റെ ശേഷി ഈ കാറിൽ കയറ്റി കൊണ്ടുവന്ന് കുറയ്ക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും, അറിയില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി അതൊക്കെ കൂടാതെ ഈ അയ്യപ്പ സംഗമത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഏതാണ്ട് പകുതിയും മുക്കാലും ചെലവഴിച്ചത് സ്തോത്രങ്ങളും ഗീതയും ഒക്കെ ഉരുവിടാനാണ്. ഭക്തരാണെന്ന് ആരാണെന്ന് മനസ്സിലാക്കാനല്ല ഗവൺമെൻറ് അയ്യപ്പ സംഗമം നടത്തിയത്. ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം വിദേശ പ്രതിനിധി വിദേശീയരാണോ വിദേശത്തുള്ള മലയാളികളാണോ എന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് വിദേശീയരാണെന്നൊക്കെ പറയാനും പറ്റില്ല. എന്തായാലും 623 പേര് പങ്കെടുത്തെന്നാണ് 2-3 ചാനലുകൾ പറഞ്ഞത്. ഈ 623 പേരുടെ അഭിപ്രായം എന്തായാലും അവിടെ കേട്ടല്ലോ. അതിൽ തന്നെ ഒരു ചാനൽ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ അതിലെ ഒരു സർക്കാരിൻ്റെ ഇതിട്ടൊരാൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒഴിഞ്ഞ കസേര ബാക്കിലത്തെ എടുത്ത് കാണിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ ഈ വന്ന ദേവസ്വം ഉദ്യോഗസ്ഥരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ, ഇവരൊക്കെ ഏത് ഗണത്തിലാണ് അവർ പെടുത്തിരിക്കുന്നത്? ഈ 600 പെടുവോ? അത് 600 അപ്പുറത്താണോ? 4000 രജിസ്റ്റർ ചെയ്തത്. ഇവിടെ കുഞ്ഞിക്കണ്ണൻ എത്ര പേർ വന്നു എന്ന് പറഞ്ഞില്ല കേട്ടോ, വളരെ സൂത്രത്തിലേ കാണിച്ചു. അവിടെ നിൽക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ വിഷയമൊക്കെ ഇവിടെ നടന്നിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയും ചെയ്തു. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ എന്താ വേണ്ടത്? ഒരു പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം എല്ലാ പ്രതിനിധികളുടെ അഭിപ്രായം കേൾക്കാൻ അവിടെ ഇരിക്കും. എന്തുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർ ഓരോരുത്തരും പറയുന്ന അഭിപ്രായം കേൾക്കാൻ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവിടെ ഇരുന്നില്ല? അതൊരു ചോദ്യമല്ലേ? മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ അതിൻ്റെ ഒരു കുത്തും കൊടുത്തു. എന്താണത്? എൻ്റെ കാലത്തൊരു പമ്പാ സംഗമം നടത്തിയിരുന്നു. 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ വന്നിരുന്നു. അന്ന് വളരെ ഭംഗിയായി നടന്ന ഒരു വിവാദം ഉണ്ടായില്ല എന്നും കടകംപള്ളി പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് അവിടെ വ്യക്തമാക്കപ്പെട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഈ വികസന കാര്യങ്ങൾക്ക് പകരം അദ്ദേഹം ഭക്തന്മാരാരാണെന്ന് പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറഞ്ഞത്. CPMൻ്റെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ AKG സെൻറ്ററിലും വെച്ചു. അപ്പോൾ നാളെ ഈ CPM നാളെ എന്താണ് പറയുക ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരും? അവരുടെ നയം മാറ്റിയോ? അവരെ ഈ ഇന്നത്തെ ആ ഭക്തി സംഗമ വേളയാണ് കൈയുയർത്തിയാണ് ശരണമയ്യപ്പ വിളിച്ചതെങ്കിലും ശരണമയ്യപ്പ വിളിച്ചല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടിയത്? അവിടെ എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? അതുകൊണ്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് ഇത് പരാജയമാണെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഇത് കണ്ട ഈ അയ്യപ്പ സംഗമം ഈ ചാനലുകളിൽ വീക്ഷിച്ച എന്നെപ്പോലുള്ള പത്രപ്രവർത്തകർ പറയുന്നത് എന്താണ്? ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ശബരിമലയ്ക്കുണ്ടായത്? ഇതുകൊണ്ട് എന്ത് ഫലമാണ് ഗവൺമെന്റിനുണ്ടായത്? ഇതുകൊണ്ട് 18 സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഈ പറയുന്ന ആളുകളിൽ നിന്നുള്ള അഭിപ്രായമൊക്കെ എടുത്ത് വിശദമായി തന്നെ ആ സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ഞാൻ
Intimate with Smriti Parathikkad.